ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ പിന്നെ നമുക്ക് ഒരു 10 ദിവസം കൂടെ നമുക്ക് നൽകിയിരിക്കുക. ആണ്ടവരുടെ പക്കത്തിൽ നമ്മൾ വരുമ്പോൾ ഭയഭക്തിയോടെ നമുക്ക് അവൻ്റെ പക്കത്തിൽ വന്നിടാം. അവൻ ചെയ്ത ഉപകാരങ്ങളെ നമുക്ക് പാർക്കാം. അവൻ നമ്മളോട് കാണിച്ച കരുണയെ നമുക്ക് അവനെ പാർക്കാം. അവൻ നമ്മളോട് കാണിച്ച കൃപയെ നമുക്ക് പാർக்கலாம். അവൻ നമ്മുടെ ആണ്ടവർ താൻ അവൻ താൻ നമ്മെ സൃഷ്ടിച്ചത്, അവൻ താൻ നമ്മെ മനഞ്ഞത്, അവൻ താൻ നമ്മളെ ഉണ്ടാക്കിയത്, അവൻ ഉണ്ടാക്കിയ ദൈവം. അതിനാൽ നമുക്ക് അവനെ സ്തോത്രം പണിടാം. നമ്മൾ ഇന്ന് നമ്മൾ വാസിക്കുന്നത് എഫെസ്യ ലേഖനം 4 അധ്യായം 11 തൊട്ട് നമുക്ക് വാസിച്ചിടാം. என்ன இங்கே சொல்லுத 11 വാക്യത്തിൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരെയും ചില സുവിശേഷന്മാരെയും ചിലരെ ഇടയന്മാരെയും ഉപദേശകന്മാരെയും നിയമിച്ചിരിക്കുന്നു. ഇங்கே നമുക്ക് பார்க்கலாம் ആണ്ടവർ ചെയ്ത കാര്യങ്ങൾ. എന്നെ ആണ്ടവർ ഇங்கே ചെയ്തിരിക്കുന്നത്. ഇங்கே ആണ്ടവർ ചില നവരെ അല്ലെങ്കിൽ ആൾക്കാരെ അപ്പടിയെ മെനഞ്ഞാച്ച് അവർക്ക് ഡിഫറെൻറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ വേല ചെയ്യാനുള്ള ഇതിരിക്കെ. അതിൽ നമുക്ക് ആദ്യത്തെ എന്നെ നമുക്ക് பார்க்கறது ആദ്യത്തെ മക്കൾ എന്ന് சொல்லுക അത് അപ്പോസ്തലന്മാർ ആണ്ടവരായ യേശു ക്രിസ്തുവിനാൽ തിരഞ്ഞെടുത്തവർ. അതായത് ആണ്ടവരായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഇരുന്നപ്പോൾ അവരെ കൂപ്പിട്ട് അവരെ വിളിച്ച് അവരെ വേർതിരിച്ച് അവരെ അപ്പോസ്തലന്മാരാക്കി അവർ ആണ്ടവരുടെ കൂടെ നടപ്പാനും ആണ്ടവരുടെ കൂടെ വാർത്തകളെ കേൾക്കാനും അത് പഠിച്ച് അത് മറ്റുമല്ല അത് മറ്റുള്ളവരോട് ചൊല്ലുവാനും ശരി. അതായത് ഫസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഒന്നാമത്തെ പാർട്ടി മുതലായ പാർട്ടി എന്ന് ചൊല്ലിയാൽ അതുതാൻ അപ്പോസ്തലന്മാർ. ആണ്ടവരായ യേശു ക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് അപ്പോസ്തലന്മാർ. രണ്ടാമത്തെ ആൾക്കാർ ഇங்கே നമ്മൾ பார்க்கிறது അവർ പ്രവാചകന്മാർ എന്ന് ചൊല്ലിയാൽ അതായത് വചനം കേട്ടിട്ട് അത് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ വചനത്തെ എക്സ്പ്ലെയിൻ പണി കൊടുക്കുക, അല്ലെങ്കിൽ വചനം എന്നതാണെന്ന് അവരോട് മനുഷ്യരോട് ചൊല്ലുക. അതുതാൻ പ്രവാചകന്മാരുടെ വേല. അതായത് ആണ്ടവരുടെ ചിത്തം എന്താണെന്ന് മാനവർക്ക് തിരിയുന്ന മാതിരി അവർ ചൊല്ലും. അതുതാൻ പ്രവാചകന്മാർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്നാ നമ്മൾ பார்ക്കുന്നത്. എന്നാ നമ്മൾ ചിലരെ സുവിശേഷന്മാരെ, അതായത് ചില ആൾക്കാരെ ആണ്ടവർ സുവിശേഷന്മാരായി തിരഞ്ഞെടുത്ത്. എന്നാ സുവിശേഷന്മാർ എന്ന് ചൊല്ലിയാൽ അവർ താൻ വേലക്കാർ എന്ന് ചൊല്ലിയാൽ അവർ മക്കളുടെ പക്കത്തിലെ പോയിട്ട് അവരോട് സുവിശേഷം ചൊല്ലിടുക. അവരെ മക്കളോട് ആണ്ടവർ ചെയ്ത കാര്യങ്ങളെ വർണ്ണിക്കുക. അല്ലെ ആണ്ടവർ എന്നാ നിങ്ങൾക്ക് ചെയ്തു, അല്ലെങ്കിൽ ആണ്ടവർ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്, അല്ലെ ആണ്ടവരുടെ കാര്യം എന്നതാണ്, അല്ലെങ്കിൽ അതെല്ലാമേ വർണ്ണിക്കുക. അവന് വീട് തോറും കയറി അല്ലെങ്കിൽ എങ്കെയൊക്കെ പോകാൻ പറ്റുമോ അങ്ങെയെല്ലാം പോയി അവൻ സുവിശേഷത്തെ ചൊല്ലുക. അതായത് സുവിശേഷം എന്ന് ചൊല്ലിയാൽ അത് ഗുഡ് ന്യൂസ്, അല്ലെങ്കിൽ അത് നല്ല വാർത്ത ചൊല്ലുക. അതുതന്നെ സുവിശേഷകൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ ചിലരെ ഇടയന്മാരായി അവർ സുവിശേഷന്മാര് പാത്തു കഴിഞ്ഞാൽ ഇടയന്മാരെന്ന് പറഞ്ഞാൽ അതായത് ആടുകളെ നയിക്കുന്ന ആൾക്കാരെ താൻ ഇടയന്മാർ എന്ന് ചൊല്ലുക. അതായത് ഷെപ്പേർഡ് എന്ന് ചൊല്ലിയാൽ ഇത് തന്നെ ഇടയന്മാർ. അതായത് കൂട്ടത്തെ അവരെ പാക്കുക, അവരെ നടത്തുക, അവർക്ക് വേണ്ട ആഹാരത്തെ അവർക്ക് കൊടുക്കുക, അവർക്ക് അത് മറ്റുമല്ല അവരെ ശുശ്രൂഷിക്കുക, അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻ പാക്കുക. അതായത് അവര് ഈ ആടിനെ പരിപാലിക്കുന്ന. അതായത് ആടെന്ന് ചൊല്ലിയാൽ ആടിന്റെ സ്വഭാവം എന്നാന്ന് ചൊല്ലിയാൽ അത് അപ്പടിയേ നടന്നുകൊണ്ടേയിരിക്കും. അത് ഒന്നുമേ പാക്കാതെ അവൻ തല കുനിച്ച് അപ്പടിയേ നടന്നിടും. അവൻ ഒരാൾ പോകുന്നിടത്ത് തന്നെ എല്ലാവരും പോയിടും. അതായത് ഒരാൾ കിണറ്റിൽ വീഴുവാന്നുണ്ടെങ്കിൽ എല്ലാമേ അതിന്റെ പുറകെ ചെന്ന് വീണിടും. അതായത് അതായത് ആടിന്റെ സ്വഭാവം. ആടെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലുമേ അതിന് സ്വന്തം ബുദ്ധിയില്ല. അവർ മറ്റുള്ളവരെ എന്നെ പണ്ണുക, അത് பார்த்துட்டு അത് അപ്പടി ചെയ്യുക. അതായത്
അതായത് അതായത് ഇപ്പം നമ്മളെ പാത്തു കഴിഞ്ഞാൽ നമ്മൾ അതുമാതിരി താൻ നമ്മൾ ആൾക്കാർ എന്നെ പണ്ണുവോ അത് തന്നെ നമ്മൾ ചെയ്യുക. അവർക്ക് അപ്പടിയാന്നുണ്ട് നമുക്കും അത് തന്നെ ചെയ്യും. எல்லாமே மற்றவர் என்ன பண்ணுவா அது என்ன செய்யும். എന്നാൽ ഇടയന്മാരുടെ കാര്യം എന്നാ ചൊല്ലിയാൽ ആ ഇടയന്മാർ താൻ ഈ ആടിനെ അപ്പടി കുഴിയിൽ പോവാതെ അല്ലെങ്കിൽ അപ്പടി വീഴാതെ അപ്പടി കൊണ്ടുവന്ന് അവന്റെ പക്കത്തിൽ ഒരു കോൽ ഇരിക്കും, ഒരു കുറ്റി ഇരിക്കും. ആ കുറ്റി കൊണ്ട് ആടിനെ എല്ലാമേ കൂട്ടത്തിലാക്കി അതിനെ കൂട്ടിക്കൊണ്ട് പോവുക. ഈ ഇടയന്മാർ താൻ ഈ ആടിനെ മേയ്ക്കുന്നവർ. അതിന് തണ്ണി കൊടുക്കേണ്ടത് എല്ലാ കാര്യം അല്ലെങ്കിൽ വചന ശുശ്രൂഷ എല്ലാമേ പണ്ണേണ്ടത് ഈ ചർച്ചിൽ അതായത് കോവിലിനകത്ത് വചന ശുശ്രൂഷ പണ്ണുന്ന വ്യക്തിയാണ് ആര്? ഇടയന്മാർ. ഇങ്ങനെ നമ്മൾ അതായത് അല്ലെങ്കിൽ എൽഡേഴ്സ് എന്ന നമുക്ക് ചൊല്ലിടാം, അല്ലെങ്കിൽ മൂപ്പന്മാർ എന്ന് ചൊല്ലിടാം. ഇവർ താൻ. പിന്നെ നമ്മൾ വാസിക്കുന്നത് ഉപദേഷ്ടക്കാന്മാർ എന്ന് ചൊല്ലിയാൽ വചനത്തെ പിന്നെയും വിവാഹിച്ചു കൊടുക്കുന്നവർ, അല്ലെങ്കിൽ ഉപദേശം പണ്ണുന്നവർ, അല്ലെങ്കിൽ വചനത്തെ പറ്റി ചൊല്ലുന്നവർ. അത് പ്രവാചകന്മാരും ഇതും തമ്മിൽ കൊഞ്ചം വ്യത്യാസം ഇരിക്കും. അതായത് ഇവരെ ആണ്ടവരുടെ ഉപദേശത്തെ അവർ ശരിയായി പഠിപ്പിക്കുക. അതുതാണ് ഉപദേഷ്ടക്കാന്മാർ. അവരെ എന്നാ ചൊല്ലുക? അവരെ നിയമിച്ചിരിക്കുന്നു. ആര് നിയമിച്ചിരിക്കുന്നു? ആണ്ടവർ നിയമിച്ചിരിക്കുന്നു. മനുഷ്യരല്ല നിയമിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓക്കെ എനിക്ക് ഇപ്പൊ ഉപദേശമാവണം, അല്ലെങ്കിൽ ഞാനിപ്പോ അപ്പോസ്തലനാവണം, അല്ലെങ്കിൽ ഞാൻ പ്രവാചകനാവണം. അപ്പടി നിനക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. നിനക്ക് അപ്പടി ഒന്നുമേ തീരുമാനിക്കാൻ പറ്റത്തില്ല. അത് ആര് നിയമിക്കുന്നത്? അത് ആണ്ടവർ താൻ നിയമിക്കുന്നത്. ആണ്ടവർ താൻ നിനക്ക് അതിനെ കൃപാവരം നൽകുന്നത്. ആണ്ടവർ തരുമ്പോൾ താൻ നിനക്ക് ആ കാര്യം ചെയ്യാൻ முடியும். അല്ലാതെ ചിലർക്ക് അവന് നല്ല പ്രസംഗിച്ചേ അവൻ നല്ലപോലെ അവരതൊക്കെ ചെയ്യുക, അതുകൊണ്ട് ഞാനും അപ്പടി പണിടാം. അപ്പടി ചെയ്യാൻ മുടിയാതെ. കാരണം അത് ചെയ്യാൻ മുടിയാതെ തന്നെ ചൊല്ലിയാൽ, കാരണം അത് നിനക്ക് ആണ്ടവർ നല്ല കൃപാവരം ഇല്ല, കിടക്കാതെ. അതുകൊണ്ട് നമ്മൾ അപ്പടി ചെയ്യുകയെന്നുണ്ടെങ്കിൽ എല്ലാമേ തപ്പുതൻ പണിയിടും. അതുകൊണ്ട് ആണ്ടവർ തന്ന കൃപാവരം, ആണ്ടവർ എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന കൃപാവരം, ആ കൃപാവരത്തിന് ഒത്തവണ്ണം താൻ നമുക്ക് വേലപ്പെടണം. അല്ലാതെ നമുക്കത് ഞാനിപ്പോൾ എനിക്ക് ഈ ചൊല്ലിയ 6 കൂട്ടത്തിൽ എനിക്ക് ഇതിലൊന്നുമേ ഇല്ല. നിനക്ക് തന്നിരിക്കുന്ന കൃപാവരം, നിനക്ക് മറ്റുള്ളവരെ അവർക്ക് ഹെൽപ്പ് பண்ணுന്ന നേച്ചറായിരിക്കും ആണ്ടവർ നിനക്ക് തന്നിരിക്കുക. ജപം പണ്ടുന്ന സ്വഭാവമായിരിക്കും നിനക്ക് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നീ മറ്റുള്ളവർക്ക് സമിയൽ വെക്കുന്ന ഇതായിരിക്കും തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ നീ സഹായിക്കുന്ന, അതായത് നിനക്ക് എന്നാ ആണ്ടവർ തന്ന എന്നാ കൃപാവരം അത് പാത്ത് താൻ നീ ചെയ്യണം. അതായത് ആണ്ടവർ തന്നത് വേണം നമുക്ക് ചെയ്യാൻ. അല്ലാതെ നമുക്ക് തോന്നിയ പോലെ നമ്മൾ അപ്പടി ചെയ്യുവാന്നുണ്ടെങ്കിൽ അത് ആണ്ടവർക്ക് ചിത്തമല്ല. ആണ്ടവർക്ക് ചിത്തമല്ലെങ്കിൽ എന്നാ പറ്റും? അത് നമ്മൾ എപ്പോഴുമേ തപ്പ് പണിയിടും. അത് ഒരിക്കലുമേ സക്സസ് ആവാതെ, ആണ്ടവർ അത് മാനിക്കാതെ, ആണ്ടവർ അതിനെ യാതൊരു രീതിയിലും അത് ഗൗനിക്കാതെ കാണാം. അത് ആണ്ടവരുടെ ചിത്തമല്ല. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വാസിക്കുന്നത് എത്ര കൂട്ടം നമ്മളിങ്ങനെ വാസിച്ചാച്ചേ? അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, സുവിശേഷന്മാര്, ഇടയന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ, 5 കൂട്ടം ആൾക്കാരെ നമ്മളിങ്ങനെ നിയമിച്ചിരിക്കുക. ഇതാണ് ആദ്യ നൂറ്റാണ്ടിൽ ആണ്ടോവർ ചെയ്ത വ്യത്യാസം. പിന്നെ 6ാമത്തെ ആടുകൾ. എന്നിട്ട് നമ്മൾ 6 കൂട്ടം ആൾക്കാരെ നമ്മളിവിടെ കാണും. അവർക്ക് എല്ലാവർക്കും കൃപാവരം കൊടുത്തിരിക്കുക. ആ കൃപാവരത്തിന് ഒത്തവണ്ണം അവർ വേല പണ്ണേണ്ട ആവശ്യം ഇരിക്കെ. അത് ആണ്ടവരുടെ ചിത്തം, അത് നിന്റെ ചിത്തമല്ല. ആണ്ടവരുടെ ചിത്തത്തിനനുസരിച്ച് നീ പണ്ണണം, വേല പണ്ണണം എന്ന് ഇങ്ങനെ ചൊല്ലും. 12ാം വാക്യത്തിൽ എന്നാ വാസിക്കുന്നത്? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ച് പരിജ്ഞാനത്തിലുള്ള ഏകതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയുമായ പ്രായത്തിനളവും പ്രാപിക്കുവോളും അത് എന്ന് വരെ പണ്ണണം എന്ന് ഇങ്ങനെ ചൊല്ലുകയും, അത് നാം എല്ലാവരും, അതായത് ഇങ്ങനെ ചൊല്ലുക, നാം എല്ലാവരും, അതായത് ആണ്ടവരെ വിശ്വസിച്ചവർ, ആണ്ടവരെ பார்த்தவர், ആണ്ടവരുടെ ഉപദേശം കേട്ടവർ, ആണ്ടവരെ നമ്പിയവർ, അവരാണ് എന്നാ ചെയ്യേണ്ടത്? അവരെന്നാ പറയണം? അത് എല്ലാവരും വിശ്വാസത്താൽ, അതായത് നമുക്ക് വിശ്വാസം വേണം, വിശ്വാസത്തിൽ വേണം നമ്മൾ എന്നാ വേണം ചെയ്യണം? ഇവിടെ വായിക്കുന്ന വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ച് പരിജ്ഞാനത്തിലും.
നമുക്ക് വിശ്വാസത്തിലും ആണ്ടവരായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം, അല്ലെങ്കിൽ ആണ്ടവർ നമ്മളോട് എന്നാ ചൊല്ലിക്കുക, അല്ലെങ്കിൽ വചനാടിസ്ഥാനം അനുസരിച്ച് എന്നാ ചൊല്ലിക്കുക, ആ പരിജ്ഞാനത്തിലും, അതായത് നമ്മുടെ പരിജ്ഞാനമല്ല, ലോകീയ പരിജ്ഞാനത്തെ പറ്റി അല്ല എങ്കിൽ ചൊല്ലിക്കുക, ആണ്ടവരുടെ പരിജ്ഞാനം, ആണ്ടവരെ നമുക്ക് ചെയ്തിരിക്കുന്ന വൻ കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പണിയാച്ച് അത് നമുക്ക് പാത്ത് വേണം നമ്മൾ അവിടെ ചെയ്യേണ്ടത്. അതാണ് ഇങ്ങനെ ചൊല്ലുന്നത്, നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, അവന്റെ പരിജ്ഞാനത്തിൽ മൂന്നാമത്തെ കാര്യം ഏകത എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാമേ ഒരാളെ എന്ന് നമുക്ക് നമ്മൾ വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഏകത നമ്മൾ ഒറ്റ ഏകത എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിറ്റി, അതായത് ഇംഗ്ലീഷിൽ சொல்றது യൂണിറ്റി, അതായത് നമ്മൾ ഒരുമിച്ച് വേണം ഈ കാര്യങ്ങളെല്ലാം பண்ணാൻ. അതായത് നമ്മൾ വേറെ ആൾക്കാരല്ല ചെയ്യേണ്ടത്, നമ്മൾ യൂണിറ്റിയിൽ നമുക്ക് ഈ കാര്യങ്ങൾ വിശ്വാസത്തിലും നമ്മൾ രണ്ട് പരിജ്ഞാനത്തിലും അത് നമ്മൾ ഏകതയിൽ ഇത് മൂന്ന് കാര്യം എങ്കിൽ சொல்றது തികഞ്ഞ പുരുഷത്വവും. അത് മറ്റുമല്ല, നമ്മൾ പുരുഷത്വം കാണിക്കും, അതായത് നമ്മൾ ആണ്ടവരുടെ മക്കൾ എന്നുള്ള ഇതിൽ വേണം നമ്മൾ പണ്ണാൻ, അതായത് ആണ്ടവരുടെ ചിത്തം അനുസരിച്ച് വേണം നമ്മൾ പണ്ണാൻ, ആണ്ടവർക്ക് ഹിതമായിരിക്കുന്ന രീതിയിൽ നമുക്ക് പണ്ണാൻ. അത് ആണ്ടവർ നമ്മളെ മനുഷ്യനാക്കിയിരിക്കെ അത് നമ്മൾ ആണ്ടവർക്ക് ചിത്തം അനുസരിച്ച് ചെയ്യാൻ ക്രിസ്തുവിന്റെ സമ്പൂർണതയെയും, അതായത് ഇത് എങ്ക വരെ പോകണം, ക്രിസ്തുവിന്റെ സമ്പൂർണ്ണത, അതായത് ആണ്ടവരായ യേശു ക്രിസ്തുവിന്റെ ഒപ്പം എത്തുന്ന മാതിരി, അതായത് ആണ്ടവർ യേശു ക്രിസ്തു താൻ നമ്മുടെ മാതൃക, അവന്റെ ഈക്വൽ ആയിട്ട്, അല്ലെങ്കിൽ അവന്റെ ആ സ്ഥാനം വരെ നമ്മൾ ചെല്ലണം. അതായത് നമ്മുടെ മെഷർമെന്റ് എങ്ക വരെ, അതായത് നമ്മൾ ഗ്ലാസ്സിൽ തണ്ണി ഊത്തും, അല്ലെങ്കിൽ എങ്ക വരെ തണ്ണി ഊത്തും, അത് നിറയുന്നവരെ, അതാണ് ഫുൾനെസ് എന്ന് சொல்லுறது. ഇങ്ങ ആണ്ടവരുടെ ഫുൾനെസ് വരുന്നവരെ, അത് അതായത് ആണ്ടവർ എപ്പടി ഈ ലോകത്തിൽ വാസിച്ചാച്ചേ, എപ്പടി ഈ ലോകത്തിൽ നടന്നാച്ചേ, ആണ്ടവർ എന്നാ പണിയാച്ചേ, അതുമാതിരി അതേ രീതിയിൽ താൻ നമുക്കും പോകേണ്ട ആവശ്യമുണ്ട്. അതാണെങ്കിൽ சொல்லுறது ക്രിസ്തുവിന്റെ സമ്പൂർണ്ണയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുകയുള്ളൂ. അതിന്റെ ആ പ്രായത്തിന് അതായത് ഒരു മെച്ചുവേർഡ് രീതിയിൽ അതാണ് ഇങ്ങനെ പ്രായത്തിന്റെ അളവ്, അതായത് നമ്മൾ മെച്ചുവേർഡ് ആയിരിക്കണം എന്നാണ് ഇങ്ങനെ ചൊല്ലിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് പെർഫെക്റ്റിംഗ് ദ സെയിൻസ്, പെർഫെക്റ്റിംഗ്, അതായത് നമ്മൾ പൂർണ്ണത സമ്പാദിക്കണം ഫോർ ദ വർക്ക് ഓഫ് ദ മിനിസ്ട്രി, നമ്മൾ ആണ്ടവരുടെ മിനിസ്ട്രി അല്ലെങ്കിൽ ആണ്ടവരുടെ കാര്യം ചെയ്യാൻ വേണ്ടി. അത് മാത്രമല്ല എഡിഫൈയിങ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, അതായത് നമ്മുടെ ചർച്ചിൽ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടി എഡിഫൈങ് ക്രൈസ്റ്റ് എന്ന് നമ്മൾ ചൊല്ലിക്കുക till the unity of faith, എല്ലാം എപ്പടി വരെ യൂണിറ്റി ഓഫ് ഫെയ്ത്ത്, അതായത് ഒരു ഏകത ഉള്ളയിൽ ജീവിതത്തിൽ നമുക്ക് നമ്മൾ ചെല്ലുന്നവരെ, അതായത് ഞാൻ സ്റ്റോപ്പ് പണിടുക, നമ്മൾ വാസിച്ചാച്ചേ, നമ്മൾ എത്ര കാര്യം ഇങ്ങനെ വാസിച്ചാച്ചേ, നാം എല്ലാവരും നമ്മൾ വായിക്കുന്ന വിശ്വാസത്തിലെ, ദൈവത്തിനെ പരിജ്ഞാനത്തിലെ, ഐക്യതയിലെ തികഞ്ഞ പുരുഷത്വം പ്രാപിച്ച് ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ പ്രായത്തിന്റെ അളവ് പ്രാപിക്കണം. ആറ് കാര്യം നമ്മൾ ഇത്രയും നമ്മൾ ചെല്ലുമ്പോൾ താൻ നമ്മൾ ഒരു മെച്ചുവേർഡ് ക്രിസ്ത്യൻ എന്ന് നമുക്ക് ചൊല്ലാൻ പറ്റും. അതായത് ആണ്ടവർ നമ്മൾ ചൊല്ലുകയെ നീ സമ്പൂർണ്ണതയിലെത്തണം എന്ന് ആണ്ടവർ ഇങ്ങനെ ചൊല്ലിയിരിക്കും. അതായത് പ്രിയ മാനവരെ, അല്ലെ പ്രിയ സഹോദരന്മാരെ, അല്ലെ പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ആണ്ടവരുടെ അതിൽ നിങ്ങൾ ചെല്ലിട്, അതിന് പക്വത്വം പ്രാപിപ്പ് അപ്പടി ചെയ്യുമെന്നുണ്ടെങ്കിൽ ആണ്ടവർ നിന്നെ അനുഗ്രഹിച്ചിടും, ആണ്ടവർ നിനക്ക് കൃപാവരങ്ങൾ തന്നിടും, ആണ്ടവർ നിന്നെ ബഹുമാനിച്ചിടും. ആണ്ടവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇനി നാളെ നമുക്ക് വാസിച്ചിടാം. അന്നേരം ആണ്ടവർ നമ്മൾ പാപത്തിൽ കിടന്നവരായിരുന്നു. നമുക്ക് പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ തിരുമി ഞാൻ ചൊല്ലുവാണ്, നമ്മൾ പാപത്തിൽ കിടന്നവരായിരുന്നു, പാപത്തിൽ നമ്മൾ വിടുവിച്ച് നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കിയാച്ച് അവന്റെ ചിത്തം ചെയ്യുവാൻ വേണ്ടിയാണ്. അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.